ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് മലയാളത്തിലെ കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന കുറച്ച് വാക്കുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇന്ന് 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 പറയുമ്പോൾ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ എഴുതുക? ഇന്ന് എന്ത് പറയും? പറയൂ. ടുഡേ ടുഡേ TODAY ടുഡേ. ഇന്ന് ടുഡേ. ഇപ്പം നമ്മൾ പറയില്ലേ, ഇന്ന് ഞങ്ങൾ ഫിലിമിന് പോകുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നാളെ 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 നാളേക്ക് എന്താണ് നമ്മൾ പറയുക? എന്ത് പറയും നമ്മൾ? നാളെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? നാളെ ടുമോറോ TOMORROW ടുമോറോ. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ടുമോറോ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് പറയുമ്പോൾ ടുമോറോ. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് ഇന്നലെ ഇന്നലേൻ്റെ ഇംഗ്ലീഷ് എന്താ പറയുക? എന്ത് പറയും നമ്മൾ ഇന്നലെ? ഇംഗ്ലീഷിൽ എന്ത് പറയും? യെസ്റ്റർഡേ. YESTERDAY യെസ്റ്റർഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് മറ്റന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇംഗ്ലീഷിൽ എന്ത് പറയും? ഡേ ഡേ. ആഫ്റ്റർ ഡേ ആഫ്റ്റർ. ടുമോറോ TOMORROW ടുമോറോ. മറ്റന്നാൾ പറയുമ്പോൾ നമ്മൾ ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞുള്ള ദിവസം, ഡേ ആഫ്റ്റർ ടുമോറോ. നമ്മൾ പറയാറില്ലേ ഡേ ആഫ്റ്റർ ടുമോറോ എനിക്ക് ക്ലാസ് ഇല്ല, മറ്റന്നാൾ എനിക്ക് ക്ലാസ് ഇല്ല. ഇനി അടുത്തത് മിനിഞ്ഞാന്ന് പറയും. മിനിഞ്ഞാന്നിന് എന്താണ് ഇംഗ്ലീഷ് വേർഡ്? എന്താ പറയുക നമ്മൾ മിനിഞ്ഞാന്ന്? ഡേ ബിഫോർ. മുൻപിൽ. BEFORE ബിഫോർ. ഡേ ബിഫോർ യെസ്റ്റർഡേ. YESTERDAY യെസ്റ്റർഡേ. ഇന്നലത്തേൻ്റെ മുമ്പിലെ ദിവസം. ബിഫോർ. ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇനി അടുത്തത് അടുത്ത ദിവസത്തിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷ് വേർഡ് പറയാം? അടുത്ത ദിവസത്തിന് എന്താ നമ്മൾ പറയാ? നെക്സ്റ്റ് ഡേ. NEXTDAY നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം. നമ്മളിപ്പോൾ ഈ പഠിച്ചതൊക്കെ എല്ലാ ദിവസവും നമുക്ക് ആവശ്യം വരുന്ന ഇംഗ്ലീഷ് വേർഡ്സാണ് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? കഴിഞ്ഞ ദിവസത്തിന് നമ്മൾ എന്താ പറയുക? എങ്ങനെ പറയും കഴിഞ്ഞ ദിവസത്തിന്? ലാസ്റ്റ്. LAST ലാസ്റ്റ് ഡേ. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ. മനസ്സിലായോ? ലാസ്റ്റ് ഡേ. എല്ലാവരും ഇതെല്ലാം പഠിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നന്നായി മനസ്സിലാക്കി പഠിക്കണം. ലാസ്റ്റ് ഡേ. ഇനി നെക്സ്റ്റ് അടുത്ത എഴുതിക്കോളൂ. എൻ്റെ ഒപ്പം തന്നെ എഴുതിക്കോളൂ. അടുത്ത വർഷം. അറിയില്ലേ വർഷം? നമ്മൾ പറയില്ല അടുത്ത വർഷം ഞാൻ 1ാം ക്ലാസ്സിലേക്കാണ് അല്ലേ? അപ്പം എന്തെഴുതും? നെക്സ്റ്റ്. NEXTYEAR നെക്സ്റ്റ് ഇയർ. YEAR നെക്സ്റ്റ് ഇയർ ഞാൻ 1ാം ക്ലാസ്സിലേക്കാവും അല്ലേ? അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ. ഇനി അടുത്തത് എന്താണ്? കഴിഞ്ഞ
വർഷം, കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം അപ്പോൾ നമ്മൾ എന്ത് പറയും? കഴിഞ്ഞ വർഷത്തിന് എങ്ങനെ പറയും? ലാസ്റ്റ്, LAST, ലാസ്റ്റ് ഇയർ, YEAR, ഇയർ, ലാസ്റ്റ് ഇയർ. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് അടുത്ത് നമ്മൾ എഴുതാൻ പോണത് അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച പറയുമ്പോൾ നമ്മൾ എന്താണ് അടുത്ത ആഴ്ചനെ എന്താ പറയുക? അടുത്ത ആഴ്ച എനിക്ക് ക്ലാസ് ഇല്ല. അടുത്ത ആഴ്ച എനിക്ക് ക്ലാസ് ഇല്ല. അപ്പം അടുത്ത ആഴ്ച നെക്സ്റ്റ് എന്തെഴുതും നമ്മൾ? നെക്സ്റ്റ്, NEXT, നെക്സ്റ്റ് വീക്ക്. ആഴ്ചേനെ പറയുന്നതാണ് വീക്ക്. അടുത്ത ആഴ്ച, നെക്സ്റ്റ് വീക്ക്. ഇനി അടുത്തത് കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ എന്ത് പറയും നമ്മൾ? കഴിഞ്ഞ ആഴ്ചയാണ്. ലാസ്റ്റ് വീക്ക്, LAST, ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വീക്ക്. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ എഴുതാം. എല്ലാതും ഒന്ന് ഓർക്കാം. എല്ലാവരും പറയണം എൻ്റെ ഒപ്പം. ഞാൻ എഴുതുമ്പോൾ പറയണം. ഓക്കെ. ടുഡേ, ഇന്ന്. ഓക്കെ. നെക്സ്റ്റ് ടുമോറോ, നാളെ. അടുത്തത് യെസ്റ്റർഡേ, ഇന്നലെ. അടുത്തത് നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ടുമോറോ. എങ്ങനെ പറയും മലയാളത്തിൽ ഡേ ആഫ്റ്റർ ടുമോറോ? മറ്റന്നാൾ. നെക്സ്റ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിഞ്ഞാന്ന്. അടുത്തത് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം. ഇനി ലാസ്റ്റ് ഡേ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം. ഇനി എന്താ നമ്മൾ പഠിച്ചത്? നെക്സ്റ്റ് വീക്ക് അല്ലേ? നെക്സ്റ്റ് വീക്ക് പറഞ്ഞാൽ അടുത്ത ആഴ്ച. ഇനി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച. അടുത്തത് എന്താ പഠിച്ചത്? നെക്സ്റ്റ് ഇയർ അടുത്ത വർഷമാണ് നെക്സ്റ്റ് ഇയർ. ഇനി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം. ഇനി വീക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആണ് വീക്ക്. ഇയർ പറഞ്ഞ എന്താണ്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നമ്മൾ 12 months പഠിച്ചിട്ടില്ലേ? 12 months ആണ് 1 year. ഓക്കെ. അത് തെറ്റിക്കരുത്, അതാരും മറക്കരുത്. ഇനി നെക്സ്റ്റ് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടേക്ക് കെയർ.